Good morning to all. Today we are going to discuss about the topic permutation. Permutation means different arrangement of objects in a set when all elements are different. The arrangements are done without a repetition of an individual object. It refers to separate arrangement of different objects containing in a set of elements. ഒരു സെറ്റിലുള്ള ഒബ്ജക്റ്റിനെ ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാ എലമെൻസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിലെ ഒബ്ജക്റ്റിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ആ സെറ്റിലുള്ള എല്ലാ എലമെൻസും വ്യത്യസ്തമായിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റിലെ ഒബ്ജക്റ്റിനെ ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിന് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യുകയല്ലേ, അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഒബ്ജക്റ്റിന് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. അതായത് ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് കണ്ടെയ്നിങ് ഇൻ എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാക്ടറി ഓണർ അദ്ദേഹം 3 മെഷീൻസ് കൈവശം വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ 3 മെഷീൻസ് അദ്ദേഹം റിസീവ് ചെയ്യുന്നുണ്ട്. എ ബി സി എന്ന് പറയുന്ന 3 മെഷീൻസ്. അപ്പോൾ നമുക്ക് ഈ മെഷീൻസിനെ 6 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. 6 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 6 വേസിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ എ ബി സി എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഈ മെഷീനെ നമ്മൾ 6 വേസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കത് എ ബി സി എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ എ സി ബി എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം, ബി എ സി എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം, അതുപോലെ ബി സി എ എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം, സി എ ബി എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ സി ബി എ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എ ബി സി എന്ന് പറഞ്ഞ ഈ ഒബ്ജക്റ്റിനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 6 വേസിൽ നമുക്ക് ഈ എ ബി സി എന്ന് പറയുന്ന മെഷീനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. എ ബി സി എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് വേറെ എവിടെയും വരാൻ പാടില്ല. എ ബി സി എന്ന് 1 വരാൻ പാടുള്ളൂ. അതുപോലെ എ സി ബി എന്ന് പറയുന്ന 1 വരാൻ പാടുള്ളൂ. ബി സി എന്ന് പറയുന്ന 1 വരാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളൊരു സെറ്റിലെ ഒബ്ജക്ട്സിന് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. അതുപോലെ തന്നെ ഈ സെറ്റിലെ ഒബ്ജക്റ്റിലെ എ ബി സി എന്ന് പറയുന്നത് ഈ സെറ്റിലെ ഒബ്ജക്റ്റും ഡിഫറെൻ്റ് ആയിരിക്കണം. എ ബി സി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ എ ബി എന്നോ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. എ ബി സി എന്ന് എന്ന് വെച്ചാൽ ഒരു സെറ്റിലെ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലെ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കണം. അത് എ ബി സി. നമുക്കിവിടെ നോക്കുമ്പോൾ പറയാം എ ബി സി ഇത് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഈ പെർമ്യൂട്ടേഷൻ നമ്മൾ ഇവിടെ പറയും ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഈച്ച് arrangement of 3 elements and no elements appear twice. That is, it is denoted as NPR. ഇവിടെ പറയുന്നത് നമ്മൾ 3 എലമെൻറ്റ്സ് ആണുള്ളത്. 3 എലമെൻറ്റ്സ് എ ബി സി എന്ന് പറയുന്ന 3 എലമെൻറ്റ്സ് ആണുള്ളത്. ഈ എലമെൻറ്റ്സ് ഇവിടെ 2 അല്ലേ, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എ ബി സി എന്ന് പറയുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ പെർമ്യൂട്ടേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് NPR ആണ്. പെർമ്യൂട്ടേഷൻ നമ്മൾ സൂചിപ്പിക്കുന്നത് NPR ആണ്. അപ്പോൾ NPR കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. നമ്മൾ ഇത് നമ്മൾ പറയുന്നത് ഈ സിമ്പിളിന് പറയുന്ന ഫാക്ടോറിയൽ എന്നാണ്. അപ്പം NPR ഈസ് ഈക്വൽ ടു നോക്കുക, NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. n is equal to n factorial. n is equal to total number of object in a set. r is equal അല്ലെങ്കിൽ r is equal to number of objects taken at a time. പെർമ്യൂട്ടേഷൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡിക്കേറ്റ് ഹൗ മെനി വേസ് 5 letter വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ വേർഡ് ഇക്വേഷൻസ്. ഇവിടെ പറയുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് നമുക്ക് 5 letter ആയിട്ടുള്ള വേർഡ്സ് നമുക്ക്
എത്ര പ്രാവശ്യം എത്ര 5 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇക്വേഷൻസ് എന്ന് പറയുന്ന ഈ വേർഡില്ലേ, ഇക്വേഷൻസ് എന്ന് പറയുന്ന ഈ വേർഡിൽ നിന്ന് 5 ലെറ്ററുള്ള വേറെ വേർഡ്സ് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇവിടെ പെർമ്യൂട്ടേഷനാണ്. പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. NBR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയലാണ്. നമുക്ക് എന്നും ആറും കണ്ടുപിടിക്കണം. n എന്ന് പറയുന്നത് എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ് തന്നിരിക്കുന്ന സെറ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന സെറ്റാണ്. ഈ സെറ്റിൻ്റെ ഒബ്ജക്റ്റ് എത്രയാണെന്ന് നോക്കുക അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളിവിടെ എണ്ണി നോക്കുക. ഇക്വേഷൻ എന്ന് പറയുന്ന ഈ ലെറ്റർ 9 ലെറ്റർ ഉണ്ട്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 9 ആണ്. ദെൻ ആറ് എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം. നമ്മളോട് ഇവിടെ പറയുന്നത് 5 ലെറ്ററുള്ള വേർഡ്സാണ് നമുക്ക് വേണ്ടത്. 5 ലെറ്ററുള്ള വേർഡ്സ് എത്ര എണ്ണമാണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈസ് ഈക്വൽ ടു 5 ആണ്. നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം ഇവിടെ പറയുന്നത് 5 ലെറ്ററാണ്. 5 ഒബ്ജക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇക്വേഷൻ എന്ന് പറയുന്ന, ശ്രദ്ധിക്കുക, ഇക്വേഷൻ എന്ന് പറയുന്ന ഈ വേർഡിൽ നിന്ന് 5 ലെറ്ററുള്ള എത്ര വേർഡ് ഉണ്ടാക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലെ നമ്പർ, ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അതാണ് n ഈസ് ഈക്വൽ ടു 9. 5 ലെറ്ററുള്ള വേർഡ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഈസ് ഈക്വൽ ടു 5 ആണ്. ഇത് നോക്കുക, ഇക്വേഷൻ ഇതാണ്. NBR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയലാണ് അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 ഫാക്ടോറിയൽ. 9 മൈനസ് 5 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. 9 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 മൈനസ് 5 എന്ന് പറയുന്നത് 4 ആണ്. 4 ഫാക്ടോറിയൽ. ഇനി നോക്കുക, ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമുക്ക് 9 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 9ൽ നിന്ന് പുറകോട്ട് നമ്മൾ എഴുതുക. 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 വരെ എഴുതുക. എന്ന് വെച്ചാൽ 9 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 9ൻ്റെ പുറകോട്ടുള്ള സംഖ്യകൾ 1 വരെയുള്ളത് എഴുതുക. അപ്പോൾ നമ്മളിവിടെ 9 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് എഴുതി. 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞ് എഴുതി. ഇനി 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 4 ഇൻറ്റു 3 ഇൻറ്റു അല്ലേ, 4ന് ശേഷം പുറകോട്ടുള്ള സംഖ്യകളല്ലേ, അപ്പം 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ. ഇനി നോക്കുക, ഇത് നമുക്ക് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള 4 3 2 1, ഇവിടെയും താഴെയും 4 3 2 1 ഇതും വെട്ടിപ്പോവും. ബാക്കിയുള്ളതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ദാറ്റ് ഈസ് എത്രയാ? 15,120 ടൈംസ്. നമുക്ക് ആൻസർ കിട്ടുന്നത് 15,120 ആണ്. എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഈ വേർഡിൽ നിന്ന് 5 ലെറ്ററുള്ള 15,120 വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാം. 15,120 വേർഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നല്ലെങ്കിൽ 15,120 ടൈംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ്, ഇൻ ഹൗ മെനി വേയ്സ് 8 people seated on a bench if only 3 seats are available. ഇവിടെ പറയുന്നത് ഇൻ ഹൗ മെനി വേയ്സ് 8 ആൾക്കാരാണ്, 8 സീറ്റഡ് ഓൺ എ ബെഞ്ച്, ഒരു ബെഞ്ചിലിരിക്കുകയാണ്. ഇഫ് ഓൺലി 3 സീറ്റ്സ് ആർ അവൈലബിൾ, 3 സീറ്റ് മാത്രമേ ഉള്ളതെങ്കിൽ അവർക്കത് എങ്ങനെയൊക്കെ ഇരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര പ്രാവശ്യമായിട്ട് ഏതൊക്കെ രീതിയിൽ ഇരിക്കാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 8 ആണ് അല്ലേ. ടോട്ടൽ n എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ് എന്ന് പറഞ്ഞാൽ 8 പീപ്പിൾസ് ആണുള്ളത്, 8 വ്യക്തികളാണുള്ളത്. 6 എന്ന് പറഞ്ഞാൽ 3, അവർ 3 ആയിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യും? 8 വ്യക്തികളാണ്, 8 വ്യക്തികൾ 3 ആയിട്ട് 3 സീറ്റിലാണുള്ളത്. അപ്പോൾ 3 സീറ്റിലിരിക്കുമ്പം എങ്ങനെയൊക്കെ ഇവർക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, അപ്പോൾ എന്താ? NBR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആണല്ലേ. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 മൈനസ് n മൈനസ് 3 അല്ലേ. 8 മൈനസ് 3 ഫാക്ടോറിയൽ, 8 മൈനസ് 3 ഫാക്ടോറിയൽ. അപ്പം 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞതാ നമുക്കറിയാം. 8 മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ? 5 അല്ലേ. 5. അപ്പം 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ. അപ്പോൾ ഇനി നമുക്കിത് എഴുതുക. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. എന്താ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ തന്നിരിക്കുന്ന ഫാക്ടോറിയൽ ഏതാണോ അതിന് പുറകോട്ടുള്ള സംഖ്യ. അപ്പം 8 7 6 5
4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതുക. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ നമുക്കിതറിയാം 5 4 3 2 1 മുകളിലുണ്ട് താഴെയുണ്ട്. അപ്പോൾ അത് രണ്ടും വെട്ടിപ്പോയി. ബാക്കി 8 ഇൻറ്റു 7 ഇൻറ്റു 6 ദാറ്റ് ഈസ് 336 ടൈംസ്. 336 ടൈംസിൽ ഈ 3 സീറ്റിൽ 8 വ്യക്തികളെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ അല്ല, വേറൊരു കേസാണ് പറയുന്നത്. സംടൈംസ് സം ഓഫ് ദ ഒബ്ജക്ട്സ് ആർ സെയിം ആൻഡ് സം ആർ ഡിഫറെൻറ്റ് ദെൻ പെർമ്യൂട്ടേഷൻ മേ ബി. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ, പെർമ്യൂട്ടേഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്തെ ഒബ്ജക്റ്റ് എല്ലാം ഡിഫറെൻ്റ് ആകണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ എ ബി സി എടുത്തായിരുന്നു. എ ബി സി എന്ന് പറഞ്ഞാൽ എയും ബി സി ഇത് മൂന്നും ഡിഫറെൻ്റ് ആണ് അല്ലേ, അതൊരുപോലെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ പറയുന്നത് ചില സമയത്ത് ഏതെങ്കിലും ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ആ സെറ്റിലെ ചില ഒബ്ജക്ട്സ് സെയിം ആകാം, ചില ഒബ്ജക്റ്റ് ഡിഫറെൻ്റ് ആകാം. എന്നുവെച്ചാൽ സം ഓഫ് ദ ഒബ്ജക്ട്സ് ആർ സെയിം ആൻഡ് സം ആർ ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കേസ് നമുക്ക് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വേറൊരു ഇക്വേഷനാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റ് എടുക്കുകയെന്ന് വിചാരിക്കാം. ആ സെറ്റിലെ ഒബ്ജക്റ്റ് റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. NBR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ ഇൻറ്റു എത്ര ഫാക്ടോറിയൽ അതുപോലെ എഴുതുക n ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ ഇതുപോലെയായിരിക്കും വരുന്നത്. അപ്പം n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ ഇൻറ്റു അങ്ങനെ n ഫാക്ടോറിയൽ വരെ എഴുതുക. ക്വസ്റ്റ്യൻ നോക്കുക. എന്നിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് ലെറ്റേഴ്സ് ഇൻ എ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ്സിൽ നിന്ന് എത്ര പെർമ്യൂട്ടേഷനാണ് അല്ലേ, ഫൈൻഡ് ദ നമ്പർ ഓഫ് എത്ര പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ എൻ്റെ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. നമുക്ക് ഇതിൽ NBR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 അല്ല. അപ്പോൾ ഈ കേസിൽ നോക്കുക ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇവിടെ S 1 2 3 S റിപ്പീറ്റേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഈ സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന S 1 2 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. T എന്ന് പറയുന്ന ഈ വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിലെ അല്ലെങ്കിൽ ഈ സെറ്റിലെ ഒബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സം ഓഫ് ദ ലെറ്റേഴ്സ് ആർ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് NBR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ ഇൻറ്റു അത് n ഫാക്ടോറിയൽ വരെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇതാണ് ഇക്വേഷൻ. അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കണം. n ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ് അല്ലേ. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എത്ര ലെറ്റർ ഉണ്ടെന്ന് നോക്കുക. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എത്ര ലെറ്റർ ഉണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എത്ര ലെറ്റർ? 10 ലെറ്റർ ആണുള്ളത്. അപ്പം 10. ഇനി അടുത്ത് നോക്കുക. ഈ സ്റ്റാറ്റിസ്റ്റിക്സിലെ എസ് എത്ര ഉണ്ടെന്ന് നോക്കുക. എസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, S 1 2 3 ഉണ്ടല്ലേ. അപ്പോൾ S എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. S എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ ആണ്. അടുത്ത അക്ഷരം T ആണ്. T എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. T എന്ന് പറയുന്നത് 1 2 3 3 ഉണ്ടല്ലേ. അപ്പം T എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 3 ഫാക്ടോറിയൽ. അടുത്ത A നോക്കുക. A എന്ന് പറയുന്നത് എത്ര ഫാക്ടോറിയലാണ്? A എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമേ ഉള്ളൂ, റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ A എന്ന് പറയുന്നത് 1 ഫാക്ടോറിയൽ ആണ്. അടുത്ത് നോക്കുക. I എന്ന് പറയുന്നത് നോക്കുക. I അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സ് I എന്ന് പറയുന്നത് ഇവിടെ 1 2 ഉണ്ടല്ലേ. I എന്ന് പറയുന്നത് 2 ഫാക്ടോറിയലാണ്. ഇനിയുള്ള ഏതക്ഷരം? C ആണ് അല്ലേ. C എന്ന് പറയുന്നത് നോക്കിയേ, C എന്ന് പറയുന്നത് എത്രയുണ്ട്? 1 ആണ്. അപ്പോൾ 1 ഫാക്ടോറിയലാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓരോ അക്ഷരം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എഴുതുക. എന്നിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക അല്ലേ. ഇക്വേഷൻ നോക്കുക. n ഫാക്ടോറിയൽ NBR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 ആണ്. n എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി നോക്കുക ഇവിടെയുള്ള ഓരോന്ന് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ഇതില്ലേ, ഇതുപോലെ തന്നെ ഇങ്ങോട്ട് എഴുതാം. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എന്ന് വെച്ചാൽ ഇവിടെ ഈ 3 ഫാക്ടോറിയൽ, അടുത്ത 3 ഫാക്ടോറിയൽ ഇൻറ്റു
ദെൻ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു അങ്ങനെ 1 വരെ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാ 3 ഇൻറ്റു 2 ഇൻറ്റു 1. അടുത്ത 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാ 3 ഇൻറ്റു 2 ഇൻറ്റു 1. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 ഫാക്ടോറിയൽ എല്ലായ്പ്പോഴും 1 ആണ്. ദെൻ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1. അതുപോലെ തന്നെ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാ 1 തന്നെ അല്ലേ. ദെൻ നമ്മളിത് മുഴുവൻ നോക്കാം. വെട്ടിപ്പോകാനുള്ളതെല്ലാം വെട്ടിപ്പോയിട്ട് ബാക്കി മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് എഴുതി നമുക്ക് കിട്ടുന്നത് 50,400 എന്ന് വെച്ചാൽ 50,400 ടൈംസിൽ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. 50,400 ടൈംസ് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ്സിന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി വേസ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ വേർഡ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് നമുക്ക് എത്ര വേസിൽ നമുക്കിത് ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് വെച്ചാൽ ഇവിടെ പെർമ്യൂട്ടേഷൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. മാത്തമാറ്റിക്സിൻ്റെ ഈ വേർഡിലുള്ള ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ എ എന്ന് പറയുന്നത് അല്ലേ എം എന്ന് പറയുന്ന മാത്തമാറ്റിക്സിൻ്റെ എം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ ഏതായിരുന്നു NBR = n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ ഇൻറ്റു nn ഫാക്ടോറിയൽ. ആ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് എന്തായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ വേർഡിൻ്റെ ഈ സെറ്റ് അല്ലെങ്കിൽ ഈ വേർഡിൻ്റെ നമ്പർ എത്രയാണെന്ന് നോക്കുക. ഇത് കൂട്ടി നമുക്കറിയാം 11 ലെറ്റർ ആണുള്ളത്. n = 11. മാത്തമാറ്റിക്സ് പറയുന്ന ഈ വേർഡിൽ 11 ലെറ്റർ ആണുള്ളത്. അപ്പോൾ n = 11. ഇനി നോക്കുക ഓരോ അക്ഷരം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. എം എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയേ 2 m ഉണ്ടല്ലേ. എം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ m = 2 ഫാക്ടോറിയൽ. അടുത്ത് എ നോക്കുക. എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയേ. എ എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ a = 2 ഫാക്ടോറിയൽ. ടി നോക്കുക. ടി എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ടിയും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം t = 2 ഫാക്ടോറിയൽ. അടുത്ത എച്ച് നോക്കുക. എച്ച് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1 ഫാക്ടോറിയൽ. അടുത്ത ഇ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നില്ല 1 ഫാക്ടോറിയൽ. അടുത്തെന്താ ഐ റിപ്പീറ്റ് ചെയ്യുന്നില്ല 1 ഫാക്ടോറിയൽ. സി റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് 1 ഫാക്ടോറിയലാണ്. എസും 1 ഫാക്ടോറിയലാണ്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 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 ഫാക്ടോറിയൽ ഇതുപോലെ എഴുതുക. 11 ഫാക്ടോറിയൽ നമുക്ക് എഴുതുന്നത് എങ്ങനെയാണെന്നറിയാം. 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു അങ്ങനെ 1 വരെ നമ്മൾ എഴുതുക. അതിനാണ് നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. പുറകോട്ട് എഴുതുകയാണ്. 1 വരെ പുറകോട്ട് എഴുതുന്നതിനാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ദെൻ 2 ഫാക്ടോറിയൽ എന്ന് 2 ഇൻറ്റു 1 അല്ലേ. 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1 ദെൻ 2 ഇൻറ്റു 1 1 1 1 1 1 അല്ലേ. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അത് എഴുതുക. ദെൻ വെട്ടിപ്പോകാനുള്ളതെല്ലാം വെട്ടുക. ദെൻ അതിന് ശേഷം എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 49,89,600 ടൈംസാണ്. 49,89,600 ടൈംസിൽ നമുക്ക് മാത്തമാറ്റിക്സ് പറഞ്ഞ ഈ വേർഡിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി വേയ്സ് ക്യാൻ അറേഞ്ച് ദ വേർഡ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഈ വേർഡിനെ നമുക്ക് എത്ര ടൈംസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നോക്കുക പെർമ്യൂട്ടേഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിനകത്ത് ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുക n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ്. ഇതെല്ലാം കൂടെ കൂട്ടുക. ഈ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന വേർഡില്ലേ ഇതിൻ്റെ ഈ വേർഡിലുള്ള ലെറ്റേഴ്സ് എത്രയാണെന്ന് നോക്കുക. 11 ആണുള്ളത്. ഇനി ഓരോ നോക്കുക. പി റിപ്പീറ്റ് ചെയ്യുന്നില്ല. പി എന്ന് പറയുന്നത് 1 ഉള്ളൂ. ഇ എന്ന് പറയുന്ന 1 ഉള്ളൂ. ദാറ്റ് ഈസ് 1 ഫാക്ടോറിയൽ. 1 ഉള്ളൂ. എം 1 ഉള്ളൂ. യു 1 ഉള്ളൂ. ടി എന്ന് പറയുന്ന 2 ഉണ്ട്. എ എന്ന് പറയുന്ന 1 ഉള്ളൂ. ടി നമ്മൾ എഴുതാണ്. ദെൻ ഐ എന്ന് പറയുന്ന 1 ഉള്ളൂ. ഒ എന്ന് പറയുന്ന 1 ഉള്ളൂ. എൻ എന്ന് പറയുന്ന 1 ഉള്ളൂ. എന്ന് വെച്ചാൽ അവിടെ ടി മാത്രം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഇക്വേഷൻ NBR = 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 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 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. ഇത് അതുപോലെ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് 11 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 11 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് 11 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്.
അടുത്ത 1 ഫാക്ടർ ഡിവൈഡഡ് ബൈ 1 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 തന്നെ, 1 ഫാക്ടോറിയൽ 1, അതുപോലെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1, അത് അതുപോലെ തന്നെ എഴുതുക. നമുക്കറിയാം എഴുതുന്ന അറിയാം. എന്നിട്ട് എന്താ ആഡ് ചെയ്യാനുള്ളത് നമുക്ക് വെട്ടിപ്പോകാനുള്ള വെട്ടിപ്പോകുക. വെട്ടിപ്പോകാനൊന്നും ഇല്ല എങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന 1,99,58,400 ടൈംസിൽ 1,99,58,400 ടൈംസിൽ നമുക്ക് പെർമ്യൂട്ടേഷനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. പെർമ്യൂട്ടേഷനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച പെർമ്യൂട്ടേഷനാണ്. പെർമ്യൂട്ടേഷൻ്റെ 2-3 പ്രോബ്ലംസാണ് പഠിച്ചത്. നിങ്ങൾ ഇത് ബുക്കിലേക്ക് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.